നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് രോഗം കാരണം നമ്മളെല്ലാവരും ലോക്ക്ഡൗണിലാണ്. ഈ ലോക്ക്ഡൗൺ എന്ന് അവസാനിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. മെയ് 3-ാം തീയതി അവസാനിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും മെയ് 3-ാം തീയതി അവസാനിച്ചാൽ തന്നെ ഒട്ടനവധി നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുകയുള്ളൂ. ആ നിയന്ത്രണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാസ്ക് ധരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാസ്കിൻ്റെ ക്ഷാമം വളരെയേറെ കൂടുതലാണ്. വീട്ടിൽ ഒരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ വളരെ ഈസിയായി ആർക്കും വളരെ എളുപ്പത്തിൽ മാസ്ക് നിർമ്മിക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ആ ചുവന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നല്ല കോട്ടൻ്റെ ഒരു തുണി എടുക്കുക. കോട്ടൻ്റെ തുണി എടുത്ത അളവ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് 8 ഇഞ്ച് നീളം നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ മാസ്കിന്. അതുപോലെ തന്നെ 8 ഇഞ്ച് വീതിയുമാണ് നമ്മുടെ മാസ്കിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് 2 മടക്കായിട്ടാണ് നമ്മൾ തുണി എടുക്കേണ്ടത്. ആകെ മൊത്തം 16 ഇഞ്ച് നീളമാണ് വേണ്ടത്. 2 മടക്ക് കൊടുക്കുമ്പോൾ 8 ഇഞ്ച് നീളത്തിൽ കിട്ടും. അതിനുശേഷം ഈ കാണുന്ന സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തിടുക. 4 ഇഞ്ച് ഇനത്തിൽ ഒരു സ്റ്റിച്ചിങ് ചെയ്ത് വിടുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് അവസാനിക്കുമ്പോഴും കെട്ടിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് 2 സൈഡും ഇളകി പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം തുണി നമ്മളൊന്ന് മറിച്ചിടുക. മറിച്ചിട്ട് തുണി ഒന്ന് ലെവലാക്കുക. സ്റ്റിച്ച് ഉൾഭാഗത്താക്കിയിട്ട് മറിച്ചിടുക. എന്നിട്ട് തുണി ഒന്ന് ലെവലാക്കി വെക്കുക. അതിനുശേഷം ഈ കാണുന്ന സൈഡിൽ കൂടെ ഒരു 4 ഇഞ്ച് വീതിയിൽ ഒരു സ്റ്റിച്ചിങ് കൂടി ചെയ്തിടുക. അതുപോലെ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 3 ചുരുക്ക് ആവശ്യമുണ്ട്. 3 ചുരുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 1/2 ഇഞ്ച് ഉള്ളോട്ട് പിടിച്ചിട്ട് 3 ചുരുക്ക് നമ്മളവിടെ മടക്കി വെക്കുക. അയൺ ബോക്സ് ഉണ്ടെങ്കിൽ അയൺ ചെയ്ത് വെച്ചാലും കൂടുതൽ ഫിനിഷിംഗ് ആയി കിട്ടും. ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ മടക്കി പിടിച്ചാൽ മതി. 1/2 ഇഞ്ച് ഉള്ളോട്ടാക്കിയിട്ട് 3 ചുരുക്ക്. ചുരുക്ക് നല്ല ലെവലായിരിക്കണം, അല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതിനുശേഷം ഈ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്തിടുക. ഒരു 4 ഇഞ്ച് ഉള്ളോട്ട് ഇപ്പുറത്തോട്ട് പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്തിടുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡ്, തൊട്ടപ്പുറത്തെ സൈഡ് ആ ചുരുക്ക് അതേപോലെ നേരെ പിടിച്ചിട്ട് ആ സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തിടുക. ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തിടുക. ആ ചുരുക്ക് നേരെ പിടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. 1/2 ഇഞ്ച് ഉള്ളോട്ടാണ് നമ്മൾ ചുരുക്ക് പിടിച്ചിട്ടുള്ളത്. ഇനി ആ സൈഡൊന്നും സ്റ്റിച്ച് ചെയ്തിടുക.
ഈ ചുരുക്കിൻ്റെ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സാവധാനം സ്റ്റിച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചുരുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡും ചുരുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ 2 സൈഡിലും ഓരോ പൈപ്പിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് 1.5 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് നീളത്തിലും നമ്മളൊരു 2 പീസ് കട്ട് ചെയ്തെടുക്കുക. മാസ്കിൻ്റെ വീതി 4 ഇഞ്ചാണ്. കട്ട് ചെയ്ത ശേഷം ഈ കാണുന്ന പോലെ ഈ മാസ്കിൻ്റെ പുറം വശം ഇതേപോലെ വെച്ചിട്ട് ആ സൈഡിലേക്ക് ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ അവസാനിക്കുമ്പോഴും കെട്ടിടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ഇളകിപ്പോവും. ഇനി ആ സ്റ്റിച്ച് നമ്മൾ ചിത്രത്തിൽ കാണില്ല പുറത്തോട്ടൊന്ന് മലർത്തി വെക്കുക. പുറം വശത്തു നിന്നും ഒന്ന് പുറത്തോട്ട് മലർത്തിയിട്ട് നേരെ ഉൾവശത്തേക്ക് മാസ്ക് തിരിച്ച് മറിച്ചിട്ട് ഉള്ളോട്ട് മടക്കിയിട്ട് ചിത്രത്തിൽ ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ മടക്കി വെച്ച് പുറം വശത്തേക്ക് ആ സൈഡിൽ കൂടെ അരുവത്തിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിടുക. അതിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ മാസ്കിൻ്റെ പുറം വശത്ത് വെക്കുക. നമ്മൾ പുറത്തേക്ക് വയ്ക്കുന്ന വശത്ത് ഇതുപോലെ പീസ് വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. ആവശ്യമില്ലാത്ത നൂലെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഒരു വൃത്തികേടായിരിക്കും മാസ്ക് കാണാൻ. അതേപോലെ ഇത് ഈ കാണുന്നത് പോലെ ചെയ്യുക. ഈ കാണുന്ന പോലെ തിരിച്ചിട്ട് ഉള്ളോട്ട് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിങ് കവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇത് ശരിക്കും വളരെ ഈസിയായൊരു മെത്തേഡാണ്. നിങ്ങൾ ചെയ്തു വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിന് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മാസ്ക് നിർമ്മാണം. നമ്മുടെ മാസ്കിൻ്റെ ഏകദേശം പണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 വള്ളി ഇവിടെ വെച്ച് കൊടുക്കണം. നമ്മൾ എലാസ്റ്റിക്കാണ് വെക്കുന്നത്. എലാസ്റ്റിക് നമ്മൾ എടുക്കുമ്പോൾ 5-5.5 ഇഞ്ച് നീളത്തിൽ 2 പീസ് എടുക്കുക. 5.5 ഇഞ്ച് നീളത്തിൽ. അത് വലിയ നല്ല മുഖത്തിനൊക്കെ നല്ല വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ 7 ഇഞ്ചോളം എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പൈപ്പിങ്ങിൻ്റെ ഉള്ളോട്ട് ഇത് 1/2 ഇഞ്ച് കയറ്റി വെക്കുക. ഈ കാണുന്നത് പോലെ തന്നെ ഈ എലാസ്റ്റിക് 1/2 ഇഞ്ച് ഉള്ളോട്ട് കയറ്റി വെക്കുക, പൈപ്പിങ്ങിൻ്റെ ഉള്ളോട്ട്. എന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കെട്ടിടുക. സ്റ്റിച്ച് ചെയ്തിട്ട് നല്ലോണം ഇടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇളകിപ്പോവും. ഇലാസ്റ്റിക് 1/2 ഇഞ്ചോളം നമ്മൾ ഉള്ളോട്ട് കയറ്റി വെക്കണം.
അല്ലെങ്കിൽ വലിയുമ്പോൾ എലാസ്റ്റിക് ഇളകി വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ആ എലാസ്റ്റിക്കിൻ്റെ അടുത്ത അറ്റം ഇതിൻ്റെ മറുവശത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ അത് ആ പൈപ്പിങ്ങിൻ്റെ ഉള്ളോട്ട് കയറ്റി വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഏറ്റവും നല്ലത് റൗണ്ട് എലാസ്റ്റിക് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ചരട് പോലത്തെ എലാസ്റ്റിക് കിട്ടാനുണ്ട്, അതായിരിക്കും കൂടുതൽ ഉത്തമം. എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ 4 ഇഞ്ച് വീതിയിലുള്ള ഈ ഒരു എലാസ്റ്റിക് ഉപയോഗിച്ചത്. ആ ചരട് പോലത്തെ എലാസ്റ്റിക്കാണ് ഏറ്റവും മാസ്ക് നിർമ്മിക്കാൻ ഏറ്റവും നല്ലത്. ഒരു 6-7 ഇഞ്ച് നീളത്തിൽ നമ്മൾ എലാസ്റ്റിക് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എലാസ്റ്റിക്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ഈ പറഞ്ഞതുപോലെ തന്നെ ആ പൈപ്പിങ്ങിൻ്റെ ഉള്ളോട്ട് ഇറക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുക. 1/2 ഇഞ്ച് ഇറക്കി വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇളകിപ്പോവും. എലാസ്റ്റിക് ഇതുപോലെ തന്നെ 2 സൈഡും പൈപ്പിങ്ങിൻ്റെ ഉള്ളോട്ട് ഇറക്കി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിറ്റ് ചെയ്യാം. നമ്മളിത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വിഷമമായിട്ട് തോന്നും. ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 3-4 എണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ലഭിക്കും. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമുക്ക് നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ലൊരു മാസ്ക് നമുക്ക് ഇവിടെ നിർമ്മിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എനിക്ക് തോന്നുന്നത്. പല തരത്തിലുള്ള മാസ്കുകൾ നമ്മൾ നിർമ്മിക്കുന്നത് കണ്ടിട്ടുണ്ട് വ്യത്യസ്തമായ രീതിയിൽ. ഇത് വളരെ ഈസിയാണ്. ഇനി നമ്മൾ അയൺ ബോക്സ് വെച്ചൊന്ന് മാസ്കിൻ്റെ മുകളിൽ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മാസ്കിൻ്റെ മുകളിലുള്ള ചുളിവെല്ലാം നികന്ന് നല്ല ഭംഗിയായി നമുക്ക് മാസ്ക് റെഡിയായി കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വളരെ നല്ല ഭംഗിയോടുകൂടി നമുക്ക് തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും